അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഞാൻ കൊടുത്ത പരാതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ വ്യാജമായി നിരവധി വോട്ടുകൾ ചേർത്തി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥിരതാമസക്കാരാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 10,000-കണക്കിന് ആളുകൾ ചേർത്തിരുന്നത്. അക്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിലാണ്. അത് വോട്ട് ചെയ്ത് അവിടെ തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല, അതിൻ്റെ കുടുംബം എല്ലാം അവിടെയാണ് വോട്ട് ചെയ്തത്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിന് സ്ഥിരതാമസമുള്ള സ്ഥലം എന്ന നിലയിലാണ് അദ്ദേഹം ജനങ്ങളോട് പറയും. അത് ഇലക്ഷൻ കമ്മീഷനോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതേ വ്യക്തി ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിൽ വോട്ട് നിലനിൽക്കെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം ഡിവിഷനിൽ വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, MP എന്ന നിലയിലും അദ്ദേഹം ഇലക്ഷൻ നിയമങ്ങളെ പരിപൂർണമായിട്ട് ലംഘിച്ചിരിക്കുകയാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം, കേന്ദ്രമന്ത്രിയും മറുപടി പറയണം. കാരണം ഇപ്പം തന്നെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും വ്യാജ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വാർത്തകളും വസ്തുതകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ ഒരു നേതാവ് തന്നെ സൂചിപ്പിച്ചത്, ഞങ്ങളുടെ ജയത്തിന് വേണ്ടി എവിടെ നിന്ന് വേണമെങ്കിലും ഞങ്ങളെ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇവിടെ വോട്ട് ചേർത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഇവിടെ താമസക്കാരനാകണം എന്ന് പറയുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല.